അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പോവുകയാണ് നമ്മൾ കൃഷി സ്ഥലത്തോട്ട്. ഇപ്പോൾ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ വാഴയെല്ലാം ഒടിഞ്ഞു പോയാലെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ രാവിലെ ചെന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ തന്നെ നമുക്ക് ഇന്ന് വളം ഓർണം കേട്ടോ. അപ്പോൾ കുറച്ച് വളം വാങ്ങിക്കണം, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലത്തെത്താറായി. നമുക്ക് വളത്തിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിക്കണം, എത്രയാവുമെന്നെല്ലാം ചോദിക്കണം. അപ്പോൾ അത്യാവശ്യം മഴയുണ്ട്, ഇപ്പോൾ കുറച്ച് തോന്നിക്കുകയാണ്. അധികം പൈസ ഞാൻ എടുത്തില്ല, അധികം പൈസയൊന്നും എടുത്തില്ല. നോക്കാം. നമ്മളെ കട തുറന്നിട്ടുണ്ട്. യെസ്, കമോൺ. അപ്പോൾ ആ വളത്തിൻ്റെ പേരെന്താ? 80 വാഴയ്ക്ക് ഏകദേശം ഒരു 20-25 കിലോയെങ്കിലും കിട്ടണമെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല 20 എടുത്തോളൂ. അതുകൊണ്ട് വിചാരിച്ച് അത്രയും വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു വാങ്ങിക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് വളം ഇടാം കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും. ഇത്രയും പോരാ, വളം പോരാ, രാസവളം പോരാ. പിന്നെ ഞാൻ പൈസ എടുക്കാനാണ് പോയത്. എന്നോട് ഒരാൾ പറഞ്ഞ് 1 കിലോ വളം മതി, പിന്നെ 10-100 വാഴക്കിടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പൈസയൊന്നും എടുക്കാതെ പോയി. ഓക്കെ, നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇനിയും തോന്നണത് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റി. എന്നുള്ള പോലെ ഇട്ട് കൊടുക്കാം. വെയിൽ പോയി ഗൈസ്, അതാണ് ഇവിടുത്തെ ഒരു വിഷയം. വെയിലില്ല. കരിക്കൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് മൊത്തം അടിയിൽ പോകണം കേട്ടോ. ഇതിപ്പോൾ ഇനി ഇത് പഴുക്കും, എത്തിയിട്ട് അതെല്ലാം നിൽക്കുന്നുണ്ട്. കയർ കെട്ടിയിട്ടുണ്ട്, മേളിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. കൊണ്ട് നട്ട വാഴയാണ് കേട്ടോ. 2 ആഴ്ചയായി കൊണ്ട് നട്ടിട്ടുണ്ട്. കിണറ്റിൻ്റെ ഇവിടെയാണ് നട്ടേക്കണം. അതും പൊടിക്കാൻ നിന്നെയാണ്, ഇപ്പം പൊടിച്ച് ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ തേനീച്ചയ്ക്ക് കൂട് വെച്ച് കൊടുത്തു. ഈബിൾ ചെറ്റിൻ്റെ വീഡിയോ ഉണ്ടോണ്ടി. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സബ്സ്ക്രൈബറാണ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ടാണ്.